കോഴിക്കോട് EMS സ്റ്റേഡിയത്തിലേക്ക് ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു. എലൈറ്റ് കേരള പ്രീമിയർ ലീഗ് 2024-25 സീസണിലെ മാച്ച് നമ്പർ 41 കേരള ബ്ലാസ്റ്റേഴ്സ് FC നേരിടുന്നു റിയൽ മലബാർ FC. മുന്നേറാനുള്ള ശ്രമവും അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് FC നടത്തുന്നുണ്ട്. ആൻഡ് എബിൻ ടോസിലേക്ക് നല്ല ടേണിംഗ് ആണ്. എബിൻ ആൻഡ് അജിസലിലേക്ക് ഓഫ് സൈഡ് അല്ല, 1 vs 1 സിറ്റുവേഷൻ. അജിസൽ അടിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടി ആദ്യത്തെ ഗോൾ അജിസലാണ്. ഒരു ബ്യൂട്ടിഫുൾ ഗോൾ കണ്ടെത്തി കൊടുക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടി. സന്തോഷ് ട്രോഫിയിൽ 7 ഗോൾ നേടിയ താരം കൂടിയാണ് മുഹമ്മദ് അജിസൽ. കോഴിക്കോട് താമരശ്ശേരി സ്വദേശി. നമുക്ക് ഒരു 1 vs 1 സിറ്റുവേഷനിലൂടെയാണ് പോയത്. ഫ്രീ ആയിരുന്നു നിന്നത്. റിയൽ മലബാർ FC കൊണ്ടോട്ടി ഒരു പാസിംഗ് ഓപ്ഷന് വേണ്ടി ഇപ്പോഴും കാത്തു നിൽക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഡിഫൻസിനെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം എപ്പോഴൊക്കെ ബോൾ വരുന്നോ പുറകിലോട്ട് അപ്പോഴെല്ലാം ഒരുമിച്ച് ബോൾ ഡിഫൻസ് ചെയ്യാനുള്ള ശ്രമവും. ഗോൾ നമ്പർ 1 റിയൽ മലബാർ FC. മത്സരത്തിന് 22ാമത്തെ മിനിറ്റിൽ ഒരു തകർപ്പൻ ഗോൾ നേടിക്കൊണ്ട് മത്സരത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഗെയിം ഓൺ. ഒരു സുന്ദരമായ ഒരു ഗോൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ദേശീയ ടീമിന്റെ അണ്ടർ 20 ക്യാപ്റ്റനും കൂടെ ആയിരുന്നു. നിലവിലാണ് ഇപ്പോഴും എബിൻ ദാസ്. ആൻഡ് ജഗന്നാഥ് മുന്നിലോട്ട് കയറി വന്നു. നല്ലൊരു പാസ്സാണ് ഇത്തവണ. അജിസലിക്ക് ഒരു പവർഫുൾ ഷോട്ട് ആൻഡ് ഗോൾ നമ്പർ 2 കേരള ബ്ലാസ്റ്റേഴ്സ് FC. മുഹമ്മദ് അജിസൽ നേടുന്നു തന്റെ 2ാമത്തെ ഗോൾ. ഇത്തവണ ജഗന്നാഥാണ് മുന്നിലോട്ട് വന്ന് പാസ് കൊടുക്കാനായി ആ ഒരു ശ്രമം അവിടെ നടത്തിയത്. 1ാം പകുതിയുടെ വിസിൽ വന്നിരിക്കുകയാണ്. 1-നെതിരെ 2 ഗോളുകൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് FC മത്സരത്തിൽ ലീഡ് തുടരുകയാണ്. എന്റെ മടങ്ങി വരെ ഇപ്പോഴും റിയൽ മലബാർ എഫ്സിയുടെ നല്ലൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അഥർവ് വലത് വിങ്ങിൽ കൂടി അഥർവിന്റെ ഒരു ക്രോസ് വരികയാണ്. ഇതോടെ നല്ലൊരു ഫ്ലൈയിങ് ഹെഡർ ആൻഡ് ഗോൾ നമ്പർ 2 റിയൽ മലബാർ FC. ഒരു തകർപ്പൻ ഹെഡർ ഗോളിലൂടെ തിരിച്ചു വന്നിരിക്കുകയാണ് റിയൽ മലബാർ FC. ജിപ്സണിൽ നിന്നുമാണ് ആ ഒരു ഗോൾ വരുന്നത്. ശ്രദ്ധിക്കുക, അപകടം ഒഴിവാക്കുകയാണ്. നേരെ എബിൻ ദാസിന്റെ കാലുകളിലേക്കാണ് പന്തെത്തിച്ചേർന്ന എബിനിൽ നിന്നും സിദ്ധാർത്ഥിലേക്ക്. സിദ്ധാർത്ഥിന്റെ ക്രോസ് വരുന്നു പെനാൽറ്റി സ്പോട്ടിന് സമീപത്തായി. ആൻഡ് ബ്യൂട്ടിഫുൾ ഷെറിൻ അടിക്കുന്നു 3ാമത്തെ ഗോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി. സൂപ്പർ ഗോളാണ് ഷെറിൻ നേടിയിരിക്കുന്നത്. സെൻട്രൽ ബാക്ക് പൊസിഷനിൽ നിന്നുമാണ് ഷെറിന് ഒരു ഗോൾ കണ്ടെത്തുന്നത് എന്ന കാര്യം കൂടി ഇവിടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. FC കൊണ്ടോട്ടി നല്ലൊരു ഓവർഹെഡ് ബോൾ വരികയാണ് അവിടെ അജിസലിനെ മുൻനിർത്തിക്കൊണ്ട്. ആൻഡ് അജിസൽ ഒരു പാസിംഗ് ഓപ്ഷൻ ഉണ്ട്. അജിസൽ എടുക്കുന്നു പെനാൽറ്റി കിക്ക്. ആൻഡ് അജിസൽ ഹാട്രിക് ഗോൾ നേടുന്നു. അജിസൽ കോഴിക്കോട് താമരശ്ശേരി സ്വദേശി അജിസൽ അടിക്കുന്ന 3ാമത്തെ ഗോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടി. സുഹിലിന്റെ ക്രോസ് വരുന്നു പെനാൽറ്റി സ്പോട്ടിന് സമീപത്തായി. വീണ്ടും ബോൾ മൈനസ് കളിച്ചുകൊണ്ട് അപകടം ഒഴിവാക്കുകയാണ്. സുഹിൽ വന്നതിന് ശേഷം ഒരുപാട് ക്രോസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മധ്യനിരയിൽ നിന്നും ഒരുപാട് ക്രോസുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ഇൻഡയറക്റ്റ് ഫ്രീ കിക്ക് ആയിരിക്കണം ഈ ഒരു സമയത്ത്. മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇൻഡയറക്റ്റ് ഫ്രീ കിക്ക് ആയിരിക്കണം. എനിവേ, എന്തായിരുന്നാലും ഇൻഡയറക്റ്റ് ഫ്രീ കിക്ക് എടുക്കുകയാണ് ഇസ്മായിൽ. ആൻഡ് ഇസ്മായിൽ ഒരു ഷോട്ട്. ക്രോസ് ബാർ വില്ലനാവുകയാണ്. എനിവേ, ഗോൾ നേടിയിരിക്കുന്നു റിയൽ മലബാർ FC. 3ാമത്തെ ഗോളാണ് നേടിയിരിക്കുന്നത്. മത്സരത്തിലേക്ക് തിരിച്ചു വരികയാണ് റിയൽ മലബാർ FC കൊണ്ടോട്ടി. നല്ലൊരു ഷോട്ടായിരുന്നു അവിടെ. ജേഴ്സി നമ്പർ 28 എടുത്തെങ്കിലും റീബൗണ്ട് വന്ന ബോൾ അവിടെ സുഖിൽ ഹെഡർ ചെയ്ത് ഗോൾ വലയിലേക്ക് എത്തിച്ചുകൊണ്ട് റിയൽ മലബാർ FC പിന്നിലേക്ക്. എബിൻ ഒരു ഷോട്ട് എടുക്കാനുള്ള ശ്രമം. എബിൻ ദാസ്. സൂപ്പർ ഗോൾ ഫ്രം എബിൻ ദാസ്. തുടർച്ചയായ 2ാമത്തെ മത്സരത്തിലാണ് എബിൻ ഗോൾ അടിക്കുന്നത്. ഈ മത്സരം 96 മിനിറ്റ് ആകുമ്പോഴേക്കും 5ാമത്തെ ഗോൾ കൂടെ നേടുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC. അവിടെ സുജിനിൽ നിന്നുമാണ് ആ പാസ് അവിടെ എത്തിച്ചേർന്നത് എബിനിലേക്ക്. നോക്കുക, എബിൻ എന്നിട്ട് കട്ട് ചെയ്ത് മുന്നേറിക്കൊണ്ടാണ് പെനാൽറ്റി ആർക്കിന് സമീപത്തായിരുന്ന ഒരു തകർപ്പൻ ഷോട്ട് എടുക്കുന്നത്. അത് കൃത്യമായി വലയിലേക്ക് എത്തി. ഗോൾ കീപ്പർക്ക് യാതൊരു അവസരവും അവിടെ ഇല്ലാതെ പോകുന്നു. എബിൻ ദാസിൽ കൂടി വിവാന്റെ മുന്നേറ്റം. ആൻഡ് എബിൻ ദാസ് ഫൈനൽ വിസിൽ വന്നിരിക്കുന്നു.
3-നെതിരെ 5 ഗോളുകൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഈ മത്സരം വിജയിച്ചിരിക്കുന്നു റിയൽ മലബാർ FC കൊണ്ടോട്ടിക്കെതിരെ.